ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും മൈക്രാഫ്റ്റ് ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഈ ബോട്ടിൽ ആർട്ടാണ്. പേപ്പറും കാപ്പിപ്പൊടിയൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഈ ബോട്ടിൽ ആർട്ടാണ്. അപ്പം ഈ ബോട്ടിൽ ആർട്ട് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാവുന്നതും ഈ വീറുപ്പി എല്ലാവരും കളഞ്ഞു പോകുന്ന വീറുപ്പി എന്നാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനായിട്ട് നമുക്കൊരു ബിയർ ബോട്ടിൽ എടുക്കാം. ഇത് നമുക്ക് വീട്ടിലൊക്കെ എല്ലാവരുടെയും വീട്ടിലും കാണുന്നതും അതേപോലെ റോഡിലൊക്കെ എല്ലാവരും കളഞ്ഞു പോകുന്നതുമായിട്ടുള്ള ബിയർ ബോട്ടിലാണ്. അപ്പോൾ നമ്മൾ ഈ ബിയർ ബോട്ടിൽ ഇനി ഫുൾ വൈറ്റ് കളർ അടിച്ചെടുക്കാം. അത് ഫാബ്രിക് പെയിൻറ്റോ അതോ കമ്പിക്കടിക്കുന്ന പെയിൻറ്റോ അടിച്ച് നമുക്കിത് മൊത്തം വൈറ്റ് അടിച്ചെടുക്കാം. ഇത് വൈറ്റ് അടിച്ചിട്ട് നല്ലപോലെ വെയിലത്ത് ഉണങ്ങാൻ വെച്ചിട്ട് എടുക്കാം. വൈറ്റ് അടിക്കുമ്പോൾ ബ്രഷ് മാർക്കില്ലാതെ നല്ലപോലെ അടിക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ബുക്കിൻ്റെ നടുക്കത്തെ പേപ്പറോ അല്ലെങ്കിൽ A4 ഷീറ്റ് പേപ്പറോ എടുക്കാം. ഇത് നമ്മൾ കൈ കൊണ്ടോ കത്രിക കൊണ്ടോ സർക്കിൾ രൂപത്തിലോ എന്നാൽ നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ കട്ട് ചെയ്ത് എടുക്കാം. ഒരുപാട് പീസ് ഉണ്ടാക്കി എടുക്കാം. എല്ലാ പീസും സർക്കിൾ രൂപത്തിലാണെങ്കിൽ കുറേ കൂടി നല്ലതായിരിക്കും. സർക്കിൾ പോലെ ഷേപ്പാണെങ്കിൽ നല്ലതായിരിക്കും. എല്ലാം അത്യാവശ്യം പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്ത് കിട്ടുന്നതായിരിക്കും നല്ലത്. നല്ല പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ പീസെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് കുറച്ച് കാപ്പിപ്പൊടി ഇടാം. കാപ്പിപ്പൊടി ഇട്ടതിന് ശേഷം കട്ടയൊന്നുമില്ലാത്ത രീതിയിൽ വെള്ളം ഒഴിച്ച് അതിനെ ഡൈലൂട്ടാക്കി എടുക്കാം. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് പേപ്പർ ഇതിൽ മുക്കി ഉണക്കി എടുക്കുമ്പോൾ പഴകിയ അതായത് ഓൾഡിഷ് പേപ്പർ പോലൊരു ഫീലിംഗ് ഉണ്ടാക്കാനാണ് നമ്മൾ ഈ വിദ്യ ചെയ്യുന്നത്. നമ്മളപ്പം 1 സ്പൂൺ കാപ്പിപ്പൊടിക്ക് അത്യാവശ്യം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സ് ചെയ്ത കാപ്പിപ്പൊടി മിക്സിലേക്ക് നമ്മുടെ പേപ്പർ ഓരോന്നോരോന്ന് ഇറക്കി വെക്കാം. ഓരോന്നോരോന്ന് ഇറക്കി വെച്ചില്ലെങ്കിൽ കട്ടി പിടിച്ചിട്ട് ചിലത് ഈ കാപ്പിപ്പൊടി പറ്റാതെ വരും. അതുകൊണ്ട് ഓരോന്നോരോന്ന് ഇറക്കി വെക്കണം. അങ്ങനെ മൊത്തം ഇറക്കി വെക്കുക. അങ്ങനെ പേപ്പറുകൾ നമ്മൾ ഓരോന്നോരോന്ന് ഇറക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് നല്ലപോലെ ഇറക്കി വെക്കാം. ഇനി നമ്മൾ നല്ല വെയിലത്ത് ഒരു തടിപ്പീസ് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഓരോന്നോരോന്നായി പറക്കി വെച്ച് ഉണക്കിയെടുക്കാം. ഇത് പറന്നു പോകാതെ നോക്കണം ഉണങ്ങി വരുമ്പം. ഇന്ന് നല്ല വെയിലുള്ള ദിവസമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണങ്ങാനും പറ്റുന്നതായിരിക്കും. നല്ല വെയിലുള്ള സമയത്ത് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങുന്നതായിരിക്കും. നിങ്ങൾ അതേപോലെ എല്ലാം ഓരോന്നോരോന്നായിട്ട് എടുത്ത് ഉണക്കാൻ വെക്കുക. നമ്മൾ മൊത്തവും ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉണങ്ങിയതിന് ശേഷം പേപ്പർ ഓരോന്നായി എടുത്ത് മെഴുകുതിരി കത്തിച്ചതിൻ്റെ അരികിൽ കാണിക്കാം. അങ്ങനെ നമുക്ക് സൈഡ് വശങ്ങളെല്ലാം ബേൺ ചെയ്തെടുക്കാം. ഇങ്ങനെ ബേൺ ചെയ്യുന്നത് കൊണ്ട് ഓൾഡിഷ് ബേൺ സ്ട്രക്ചറായ പേപ്പറാണ് നമുക്ക് കിട്ടുന്നത്. ബേൺ ചെയ്ത് തട്ടിയെടുക്കാം. നിങ്ങൾ കുട്ടികളൊക്കെ ആണെങ്കിൽ പാടായിരിക്കും ഇത് ചെയ്യാൻ. അങ്ങനെയുള്ളവർക്ക് അഗർബത്തി കത്തിച്ചിട്ട് അതായത് നമ്മുടെ ചന്ദനത്തിരി കത്തിച്ചിട്ട് സൈഡിൽ കാണിച്ചു കൊടുത്ത് കരിയിപ്പിച്ചെടുക്കാം. തട്ടി ഒരുപാട് തീ കയറാതെ തട്ടിയെടുക്കണം. എല്ലാവരും സൂക്ഷിക്കുക. കുട്ടികളൊക്കെ ചെയ്യുകയാണെങ്കിൽ മുതിർന്നവരുടെ കൂടെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. മുതിർന്നവരെ ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിക്കുക. അങ്ങനെ എല്ലാം സൈഡ് തട്ടിയെടുക്കുക. അറ്റത്ത് കാണിച്ചാൽ മാത്രം മതി തീയുടെ. ഒരുപാട് അങ്ങ് തീക്ക് ഉള്ളോട്ട് കാണിച്ചു കഴിഞ്ഞാൽ മൊത്തം കത്തി പോകുന്നതായിരിക്കും. നമ്മൾ അറ്റത്ത് കാണിച്ച് അങ്ങനെ മൊത്തം തട്ടിയെടുക്കുക. ഒരു ബേൺ സ്ട്രക്ചർ ഉണ്ടാക്കി എടുക്കുക. ഒരുപാട് കത്തിപ്പോവാതെ നമുക്ക് സൈഡ് ഇങ്ങനെ ചെറുതായിട്ട് ബേൺ ചെയ്തെടുക്കാം. ഒരുപാട് തീ കയറാതെ തട്ടിയെടുക്കേണ്ടതാണ്. ഇനി നമുക്ക് ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് 2 സ്പൂൺ ഫെവിക്കോൾ എന്ന അളവിൽ ഫെവിക്കോൾ ഒഴിക്കുക. 1 സ്പൂൺ വെള്ളവും ആഡ് ചെയ്യുക. നമ്മൾ ആദ്യമേ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫെവിക്കോളും വെള്ളവും കൂടെയുള്ള മിശ്രിതം മിക്സ് ചെയ്തെടുക്കുക. ഇത് മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക്
ഇതിനകത്തേക്കാണ് ഇത് തേച്ചിട്ട് വേണം ബേൺ പേപ്പർ ഒട്ടിച്ചെടുക്കാൻ BROPയിൽ. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. കട്ടയൊന്നും കൂടാതെ, ഫെവിക്കോളിൻ്റെ കട്ടയൊന്നും കൂടാതെ മിക്സ് ചെയ്യാം. ഇനി നമുക്ക് നമ്മൾ പെയിൻറ്റ് ചെയ്ത് വെച്ച കുപ്പി ഉണങ്ങി കിട്ടും. അപ്പോഴത്തേക്കിന് അതെടുക്കുക. ഫുൾ ഉണങ്ങിയിരിക്കുകയാണ്, ഫാബ്രിക് പെയിൻറ്റ് മൊത്തത്തിൽ ഉണങ്ങി. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ ചെയ്ത മിശ്രിതം ആഡ് ചെയ്ത് കൊടുക്കുക. അല്ല അത്യാവശ്യം ലെയർ പോലെ ഫുള്ള് ഒന്ന് തേച്ചെടുക്കുക. എല്ലായിടത്തും എത്തുന്ന രീതി നമ്മൾ ഈ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഓരോ ബേൺ പേപ്പർ നമ്മൾ ചെയ്ത് വെച്ചത് ഒട്ടിച്ചെടുക്കാം. ഓരോ പീസും എടുക്കുക. നമുക്ക് കാണുമ്പോൾ ഒരു ആപ്റ്റ്നെസ് തോന്നുന്ന രീതിയിൽ ഒട്ടിച്ചെടുക്കുക. നിങ്ങൾക്ക് കണ്ടാൽ നല്ലതാണെന്ന് തോന്നുന്ന രീതിയിൽ നിങ്ങൾ ഒട്ടിച്ചെടുക്കുക. ഒരെണ്ണം ഒട്ടിച്ചിട്ട് അടുത്തത് അതിൻ്റെ മണ്ടയ്ക്ക് ഓവർലാപ്പ് ചെയ്ത് ഒരു സൈഡ് കൊണ്ട് ഒട്ടിക്കുക. അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ നല്ലപോലെ പശ വെച്ച് വേണം വെക്കാൻ, കാരണം ഇതിന് പോകരുത് ഒരിക്കലും. അങ്ങനത്തെ രീതി നമുക്ക് ഓരോന്നോരോന്ന് ഓവർലാപ്പ് ചെയ്ത് ഒട്ടിച്ചെടുക്കാം. അപ്പം നമ്മൾ ഫസ്റ്റ് ലെയറാണ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ ലെയർ ബൈ ലെയറായിട്ട് മേപ്പോട്ട് ചെയ്തു വരാം. കണ്ടോ? ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾ? രണ്ടാമത്തത് ഒന്നിൻ്റെ ഒരു സൈഡിനെ ഓവർലാപ്പ് ചെയ്ത് വേണം വെക്കാൻ. അപ്പോൾ അത് കാണുമ്പോൾ ഒരു വൃത്തി തോന്നിക്കും. ആ ആർട്ടിന് കറക്റ്റ് ഒരു ഫ്ലോ കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. നല്ലൊരു പശ തേച്ച് വേണം വെക്കാൻ, ഇല്ലെങ്കിൽ ഇത് ഞടർന്നു വരും. നിങ്ങളെ ബോറടിപ്പിക്കേണ്ടെന്ന് വെച്ചാണ് വീഡിയോ 2x സ്പീഡ് ഇട്ട് കാണിക്കുന്നത്. എന്തായാലും നമ്മൾ ഓരോന്നോരോന്ന് കാണുന്ന പോലെ ഓവർലാപ്പ് ചെയ്ത് ഒട്ടിച്ചെടുക്കുക. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ലെയർ കഴിഞ്ഞ് ഇനി സെക്കൻഡ് ലെയറാണ് കാണിക്കുന്നത്. നമ്മൾ ഇടയ്ക്ക് ഗ്യാപ്പൊക്കെ വിട്ട് ഒട്ടിച്ചെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഈ സെക്കൻഡ് ലെയർ ഒട്ടിക്കുന്നതിനകത്ത് ഫസ്റ്റ് ലെയറിൽ നിന്ന് ഒരു 4 എണ്ണം ചേരുന്നിടത്ത് ഒരു ഗ്യാപ്പ് ഇടുക, ഒരു വൈറ്റ് സർക്കിളൊക്കെ പോലെ. അത് കാണാൻ ഒരു രസമായിരിക്കും. അങ്ങനെ ഓരോന്നോരോന്നായി ഒട്ടിച്ച് എടുക്കുക. അങ്ങനെ ഈ വൈറ്റ് ഗ്യാപ്പൊക്കെ വിടുമ്പോൾ അത് നല്ല രസമായിരിക്കും കാണാൻ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ബാക്കി പ്ലെയിനായിട്ട് കിടക്കുന്ന ഏരിയ നമ്മളൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് നിങ്ങൾ ഇതേപോലൊരു ലൂപ്പ് ഉണ്ടാക്കി എടുക്കണം. എന്നിട്ട് നമ്മൾ ഈ ചണത്തിൻ്റെ കയറാലും മതി, അല്ലെങ്കിൽ റോപ്പ് ഉപയോഗിക്കാം. നൈസ് റോപ്പാണ് അത്ര നല്ലത്. അതിങ്ങനെ ചുറ്റിയെടുക്കാം. മൊത്തത്തിൽ മണ്ടയ്ക്കുന്ന് തുടങ്ങി താപ്പോട്ട് ചുറ്റുക, അല്ലെങ്കിൽ എല്ലാം കൂടെ ഇളകി മേപ്പോട്ട് പോകാൻ സാധ്യതയുണ്ട്. മണ്ടയ്ക്കുന്ന് ചുറ്റി താപ്പോട്ട് ചുറ്റി വരിക, അതായിരിക്കും നല്ലത്. അങ്ങനെ ഓരോ ലൂപ്പും ചുറ്റി എടുക്കുക. അതാകുമ്പോൾ നമുക്ക് ഹാങ് ചെയ്യാം. വാളിലൊക്കെ ഹാങ് ചെയ്തിടാനും ഒക്കും ചെടികൾ വെച്ച് കഴിഞ്ഞാൽ. അങ്ങനെ നമ്മൾ എംപ്റ്റി ആക്കിയിട്ട സ്പേസ് മൊത്തം നമ്മൾ ഈ റോപ്പ് ഇങ്ങനെ ചുറ്റിയടിക്കേണ്ടതുണ്ട്. നമ്മൾ ഫുൾ ചുറ്റിയെടുത്തിരിക്കുകയാണ്. നമ്മൾ പോളിഷും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നല്ല വീഡിയോ കാണാം എന്ന പ്രതീക്ഷയിൽ ഇസ്മി മാഹീൻ സൈനിങ് ഔട്ട്.